കൊണ്ട് മഹാനായ ഇബ്രാഹിം വരദകം യാത്ര തിരിക്കുകയാണ് വിജനതയിലേക്ക്, വിദൂരതയിലേക്ക്. എവിടേക്കെന്നറിയോ? അല്ലാഹുവേ, നിന്നെ തേടിയുള്ള യാത്രയാ. ആ മനുഷ്യനെ റബ്ബ് സ്വാധീനിച്ചത് നോക്കൂ. കേട്ടിട്ടില്ലേ മഹാനായ ചക്രവർത്തിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വലിയ സാമ്രാജ്യത്തിന്റെ അധിപനല്ലേ? സാമ്രാജ്യവും ചെങ്കോലും പ്രജകളും പരിവാരങ്ങളും സർവ്വവിധ സന്നാഹങ്ങളും ഉണ്ടായിരുന്ന ലോകം കണ്ട പ്രഗൽഭനായ ചക്രവർത്തിയല്ലേ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇസ്ലാമിക ശരീഅത്തിന്റെ ചരിത്രത്തില് രണ്ടാനുമറന്നറിയപ്പെട്ടവരല്ലേ? ഇസ്ലാമിന്റെ വിധിക്ക് യാതൊരു കുലുക്കവുമില്ല. ഇസ്ലാമിന്റെ വിധിയിൽ അശേഷം ഒരു മാറ്റവുമില്ല. ലോകം കണ്ട പ്രഗൽഭനായ ചക്രവർത്തി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണമേറ്റെടുക്കുമ്പോ ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാർക്കൊരു പതിവുണ്ട്. രാജാവ് തന്റെ സവിധത്തിലേക്ക് വരുമ്പോ കിലോമീറ്ററുകളോളം നീണ്ട സ്വർണത്തിനാൽ പണികഴിപ്പിച്ച പരവതാനി വിരിക്കാറുണ്ട്. ഒരു രാജാവ് ഉപയോഗിച്ച പരവതാനി മറ്റൊരു രാജാവ് ഉപയോഗിക്കില്ല. ഒരു രാജാവ് കഴിച്ച സ്വർണ്ണത്തളിക മറ്റൊരാൾ ഉപയോഗിക്കില്ല. സർവ്വവിധ സ്വർണത്തിന്റെ എല്ലാ സാമഗ്രികളും മാറ്റാറുണ്ട്. അത്രമേൽ പൗരുഷത്തിന്റെ, അത്രമേൽ സുഖ